നിയുക്ത മന്ത്രി ശ്രീ കെ എം ഷാജിയാണ് നമ്മുടെ ഒപ്പം ചേരുന്നത്. ഷാജിക്ക് ആദ്യ അഭിനന്ദനങ്ങൾ. താങ്ക് യു വെരി മച്ച്. പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു? അല്ല, അങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഉത്തരവാദിത്തം MLA മത്സരിക്കുമ്പോൾ പണി ഉണ്ടാവുമെന്നറിയാം, മത്സരിച്ച് കഴിഞ്ഞാലും MLAയുടെ പണി ഉണ്ടാവുമെന്നറിയാം. ഇപ്പോൾ കുറച്ചുകൂടെ ഭാരിച്ച പണിയാണ്, അത്രയേ ഉള്ളൂ ഇതിനകത്ത്. എന്തൊക്കെയാണ് മുമ്പിലുള്ള പ്രതീക്ഷകളും വെല്ലുവിളികളും? വെല്ലുവിളികളാണുള്ളത്. പ്രതീക്ഷകളെന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട മന്ത്രിമാരുടെ ലിസ്റ്റ് നല്ല പ്രതീക്ഷയാണ്. ആ തരത്തിലുള്ള ഉത്തരവാദിത്ത ബോധങ്ങൾ വളരെ ശക്തമായിട്ടുണ്ട്. അതാണൊരു ധൈര്യം എന്ന് പറയുന്നത്. പിന്നെ അതാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ വലിയൊരു ഭൂരിപക്ഷത്തിൻ്റെ പിൻബലത്തിലാണ് ഇപ്പോൾ അധികാരത്തിലായിട്ടുള്ളത്. അങ്ങനെ തന്നെ നേരത്തെ നമ്മൾ മലപ്പുറത്ത് കണ്ടപ്പോൾ പറഞ്ഞത് ഈ ഒരു 102 സീറ്റ് എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നതാണ്. എങ്ങനെയാണ് മന്ത്രിസ്ഥാനം കൂടി വരുമ്പോൾ അത് തന്നെ തീർച്ചയായിട്ടും ആ 102 സീറ്റ് എന്ന് പറയുന്നത് തന്നെ വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. 102 സീറ്റാണ് ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് അന്ന് പറഞ്ഞ പോലെ തന്നെയാണുള്ളത്. എന്ന് വെച്ചാൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാകുന്നു, കൂടുതൽ ആളുകൾ പിന്തുണക്കുന്നു എന്നത് നമ്മുടെ സന്തോഷം മാത്രമല്ല, നമ്മളുടെ കുറച്ച് ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ചുള്ള ആശങ്ക കൂടിയാണ്. ലീഗിൻ്റെ തദ്ദേശ ഭരണത്തിൻ്റെ ചുമതല അങ്ങേക്ക് വരുന്ന തരത്തിലാണ് പലതും കേൾക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ സാധ്യതകളൊക്കെ? അതൊക്കെ പ്രഖ്യാപിക്കുന്നത് വരെയുള്ള വർത്തമാനങ്ങളാണ്. പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അതിനെക്കുറിച്ച് ഞങ്ങൾ കമൻറ്റ് ചെയ്യാറുള്ളൂ. ഞങ്ങളുടെ ഒരു പാർട്ടി രീതി അങ്ങനെയാണ്. ആഗ്രഹം ഏത് വകുപ്പാണെന്ന് ഇനി ഞാൻ പറഞ്ഞു, എനിക്ക് ജനങ്ങളുമായിട്ട് ഇടപെടാൻ കഴിയുന്ന, ജനങ്ങളോട് കൂടുതൽ അടുക്കാൻ പറ്റുന്ന, ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന, ജനങ്ങളുടെ ഒപ്പീനിയനുകൾ അവരുടെ മുഖാമുഖം സ്വീകരിക്കാൻ പറ്റുന്ന വകുപ്പുകളായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഇഷ്ടം. ലീഗിൻ്റെ പല വകുപ്പും വിദ്യാഭ്യാസം അടക്കം മാറ്റണമെന്ന് പലവരും മുറവിളി കൂട്ടുന്നുണ്ട്. അങ്ങേക്കെതിരെ തന്നെ വ്യക്തിപരമായിട്ട് വീണ്ടും വർഗീയമായിട്ടും വംശീയമായിട്ടും പറഞ്ഞ് ആക്രമിക്കുന്നവരുണ്ട്. എങ്ങനെ കാണുന്നു? അല്ല, അതൊക്കെ ജനങ്ങൾ, ഞാൻ പറഞ്ഞത് 102 സീറ്റ് എല്ലാത്തിൻ്റെയും മറുപടിയാണ്. മികച്ച ഭൂരിപക്ഷം എല്ലാത്തിൻ്റെയും മറുപടിയാണ്. ഞങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് സംസാരിച്ചത് മുഴുവൻ അവർ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾ ഈ പറഞ്ഞതിനൊക്കെ മറുപടി. ഇനി ഞങ്ങൾ മറുപടി പറയേണ്ട, ഇനി ഞങ്ങളുടെ ജോലിയാണ് മറുപടി പറയേണ്ടത്. ഇനി ഞങ്ങളുടെ ജനങ്ങളാണ് മറുപടി കൊടുക്കേണ്ടത്. അത് കൊടുത്തു കഴിഞ്ഞു. പ്രഥമ ലക്ഷ്യം എന്താ? അങ്ങനെ ഒരു പ്രഥമ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് കാരണം എന്താ അറിയോ, അതൊക്കെ ഒരു വളരെ നമ്മൾ പെരിഫറലായിട്ടുള്ളൊരു സമീപനമാവും. ഞങ്ങൾ പ്രയോറിറ്റിയാണ് കാര്യം. അത് ക്യാബിനറ്റ് കൂടിയിട്ട് തീരുമാനം ഉണ്ടാവും. ടീം UDF എന്തെങ്കിലും ആത്മവിശ്വാസത്തോടെ തന്നെയാണ് അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ മുന്നിലുണ്ടെന്ന് നോക്കുക, പ്രയോറിറ്റി എന്ന തരത്തിലേക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുള്ളത്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.